പ്രീതയും കിരണേട്ടനും ഇവിടെയും ഇല്ലല്ലോ. അവര് ഇവിടെ ഇല്ല. എവിടെ പോയതായിരിക്കും രണ്ടുപേരും ഈ നേരത്ത്? കിരൺ ചേട്ടനെ മുകളിലും കാണുന്നില്ല. മാഡം, കിരൺ സാറും പ്രീത മാമും ഇവിടെ വന്നിട്ടേ ഇല്ല. എന്റെ ദൈവമേ, അറിയായിരുന്നു, എനിക്ക് പറഞ്ഞിരുന്നില്ല എല്ലാവരോടും കിരണും പ്രീതി ഇവിടെ ഉണ്ടാവില്ലെന്ന്. ഫാം ഹൗസിൽ വെച്ചേ പറഞ്ഞതാ ഞാൻ, പക്ഷെ അത് ആരും മൈൻഡ് ചെയ്തില്ല. എന്തു പറ്റി രോഹിത്? ഭ്രാന്തനല്ല ഞാൻ. ഒരു കാര്യവുമില്ലാതെ എന്റെ ബുദ്ധി കേടാവില്ല, ഒരു കാര്യവുമില്ലാതെ സംസാരിക്കാറില്ല ഞാൻ. കുറെ ദിവസമായിട്ട് ബുദ്ധിമുട്ടില്ല കിരണിന്റെയും പ്രീതയുടെയും ഈ ഒത്തുകൂടൽ കണ്ടിട്ട്. പൃഥ്വി, കിരണും പ്രീതയും നല്ല സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കളാവുമ്പോ അവരൊത്തുകൂടിന്ന് വരും. ആന്റി, മനസ്സിലാക്കുന്നു ഞാൻ, സൗഹൃദത്തിൽ കൂടിച്ചേരലുകൾ ഉണ്ടാകുമെന്ന്. പക്ഷെ സൗഹൃദത്തിനും ഒരു ബൗണ്ടറി, ഒരു ലിമിറ്റും ഉണ്ടാകും. ആ ബൗണ്ടറി, ആ ലിമിറ്റ് കിരണിന്റെയും പ്രീതിയുടെയും സൗഹൃദത്തിൽ കാണുന്നില്ല. അവർ രണ്ടുപേരുടെയും സൗഹൃദം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കിപ്പോ ഇങ്ങനെ തോന്നുന്നത്, ഈ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ ചതിക്കപ്പെടുകയാണെന്ന്. ആന്റി, നിങ്ങൾ പ്രീതയെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തു മനസ്സിലാക്കിക്കാനാ? എന്തു മനസ്സിലാക്കണം? പ്രീത ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയാ. എനിക്ക് അവരുടെ സൗഹൃദമേ കാണാൻ കഴിയുന്നുള്ളൂ. പ്രീതയും കിരണും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പേ പ്രീതി അവന്റെ സുഹൃത്തായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അറിയായിരുന്നു. ഏത് ദിവസമാണോ പ്രീതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അന്ന് തിരിച്ചെന്നോട് വാദിക്കുമെന്ന്. കവിത ആന്റി, നിങ്ങൾ തന്നെ പറയൂ, ഫാം ഹൗസിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി വന്നില്ലേ? നീ പറഞ്ഞതിനോടെല്ലാം ഞാൻ യോജിക്കുന്നു. പക്ഷെ കിരണും പ്രീതയും വീട്ടിലേക്ക് മടങ്ങിയെത്തും വരെ, അവരോട് സംസാരിക്കുന്നത് വരെ ഞാൻ ഒരഭിപ്രായവും പറയില്ല. കവിത, പ്ലീസ്. അങ്കിൾ, നിങ്ങൾ എന്താ പറയുന്നേ? കവിത ആന്റി പറയുന്നത് ശരിയല്ലേ? നോക്ക്, ഇന്ന് പ്രീത അവളുടെ എല്ലാ അതിരും ലംഘിച്ചു കഴിഞ്ഞു. എല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അഥവാ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുമെന്ന്? ഇവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും പ്രീതയെ ബുദ്ധിയുള്ളവളെന്ന് പറയുന്നു. പ്രീത ബുദ്ധിമതി തന്നെയാണ്. പക്ഷെ പ്രീത ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു, അവളുടെ കല്യാണം എന്റെ കൂടെയാണ് നടക്കുന്നതെന്ന്. അവളുടെ വുഡ്ബിയെ പറ്റിയെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. രാത്രി മുഴുവനും ഒരു അന്യ പുരുഷന്റെ കൂടെ പുറത്താണ്. ഇത് തെറ്റായ കാര്യമല്ലേ? ഒരു മിനിറ്റ്, വിവരമൊന്നും ഇല്ലാതിരുന്നത് നിങ്ങളുടെ അല്ലേ? സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പോയത്? നിങ്ങളൊന്ന് ചിന്തിച്ചോ? നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന്? ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു, ചേച്ചി എത്ര ടെൻഷൻ അടിച്ചു. ആ പിന്നെ, ചേച്ചി നിങ്ങളെ കണ്ടെത്താനാ ഈ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അല്ലാതെ ചേച്ചിക്ക് എന്നാ ഭ്രാന്തുണ്ടോ ഈ രാത്രി പോവാൻ? ആരെങ്കിലും ഒന്ന് പറ. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകായിരുന്നല്ലോ. എന്താവശ്യം ഉണ്ടായിരുന്നു ആ കിരണിന്റെ കൂടെ പോകേണ്ടതായിട്ട്? പൃഥ്വി, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പ്രീത ഒറ്റയ്ക്ക് എങ്ങനെ പോകും? എങ്കിൽ ഡ്രൈവറെ വിളിച്ചോണ്ട് പോണം. അവിടെ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഡ്രൈവർ കൊണ്ടുപോയിരുന്നല്ലോ അവളെ. പക്ഷെ ഇല്ല, ആ കിരണിന് കൃഷ്ണനും രാധയും കളിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എപ്പോഴും പ്രീതയുടെ ഒപ്പമാണ് കാണുന്നത്. അതുമാത്രമല്ല, രണ്ടുപേർക്കും പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. രണ്ടുപേരും പരസ്പരം അത്രയ്ക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഐ തിങ്ക് ആഘോഷിക്കുന്നുണ്ടോ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ? മിണ്ടരുത്, ഒരു അക്ഷരം മിണ്ടരുത്. ഒരു അക്ഷരം പോലും നീ മിണ്ടരുതെന്ന് കുറെ നേരം ഞാൻ കേൾക്കുന്നു. ഫാം ഹൗസ് മുതൽ ഇവിടം വരെ വായി തോന്നുന്നല്ല നിങ്ങൾ വിളിച്ചു പറയാ. ഞങ്ങൾ മിണ്ടാതിരിക്കണോ? മിണ്ടരുതിനി. ചിലപ്പോ ഞാനങ്ങ് മറന്നു പോകും നിങ്ങൾ എന്റെ ഭാവി മരുമകനാണെന്ന്. ആന്റി, ആന്റി എങ്ങനെ മിണ്ടാതിരിക്കും? നിങ്ങൾ തന്നെ പറയും. മുഖത്തെ പരിക്ക് ഞാൻ സഹിച്ചു, പക്ഷെ മനസ്സിലുള്ള പരിക്ക് അതെന്ത് ചെയ്യും? ഞാൻ ഫാം ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതെല്ലാം സത്യമായില്ലേ? ശരിയല്ലേ ആന്റി? നിങ്ങൾ പറയുന്നോട് പ്രീത ഒരു അന്യ പുരുഷനോടൊപ്പം ഇത്രയും രാത്രി. തെറ്റാണ് നീ ചിന്തിക്കുന്നത്, തെറ്റാ പറയുന്നത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആരെങ്കിലും കുറിച്ച് ഇത്രയും മോശമായിട്ട് ചിന്തിക്കാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, പ്രീതയും കിരണും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന്. അവരുടെ സൗഹൃദം ദൃഢമാണ്. പിന്നെ പ്രീത ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്. നിങ്ങൾക്ക് അവളെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രീത എങ്ങനെയൊക്കെ ചെയ്യുന്ന? ദോഷം അവരുടെ സൗഹൃദത്തിലല്ല, നിങ്ങളുടെ കണ്ണിലാണ്, നിങ്ങളുടെ ചിന്തയിലാണ്.
പ്രീത പോകാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങളാണ് ഇറങ്ങിപ്പോയത്. നിങ്ങൾ അന്വേഷിക്കാൻ അവൾ പോയത്. പിന്നെ കിരൺ ഒരു സുഹൃത്തായതിന്റെ പേരിൽ അവളുടെ കൂടെ. പക്ഷെ നിങ്ങൾ വേറെ എന്തോ ആണ് ചിന്തിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കാൻ അവൾ പോയത്. അവർക്കിടയിൽ തെറ്റായ ഒരു ബന്ധവും ഇല്ല, വെറും സൗഹൃദം മാത്രമാണുള്ളത്. എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ പ്രീതി എന്തുകൊണ്ട് മനസ്സിലാക്കാത്തത്? ആന്റി, നിങ്ങൾ പ്ലീസ് വിഷമം വിചാരിക്കല്ലേ. ഞാൻ സോറി പറയാണ് നിങ്ങളോട്. പ്ലീസ് പ്ലീസ് കരയുന്ന നിർത്ത്. അഥവാ നിങ്ങൾക്ക് വിഷമമായെങ്കിൽ ഐ എം റിയലി സോറി ഓൾ ഓഫ് യു. പ്ലീസ് ആന്റി, ഞാൻ പറഞ്ഞതിൽ വിഷമിക്കരുത്. ഒരു കാര്യം പറയട്ടെ ആന്റി, എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് എൻ്റെ ചിന്ത വളരെ സ്ഥിരതയുള്ളതാണെന്ന്. കാരണം നിങ്ങൾ നോക്ക്, ഞാൻ പ്രീതയായുള്ള ബന്ധത്തിന് വന്നപ്പോൾ പകരം ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് അവളെ മാത്രം മതി എന്നല്ലേ പറഞ്ഞത്. ആന്റി മോഡേൺ പുരുഷനാണ്, പക്ഷേ എൻ്റെ ചിന്ത, എൻ്റെ കാഴ്ചപ്പാട് അത്ര ഓപ്പണൊന്നുമല്ല. എന്റെ ഭാവി ഭാര്യയുടെ വീട്ടുകാരോട് ഈ ചോദ്യം പോലും ചോദിക്കാതിരിക്കാൻ ഈ രാത്രി മുഴുവനും അവൾ എങ്ങോട്ടാ പോയതെന്ന്, അതും ഒരു അന്യപുരുഷന്റെ കൂടെ. ആന്റി, നിങ്ങൾക്കിത് സാധാരണ വിഷയമായിരിക്കും, പക്ഷെ എനിക്കിത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ഐ മീൻ, ഞാൻ എങ്ങനെ കരുതണമെന്നാ പറയുന്നത്? കല്യാണം എന്ന ബന്ധം വളരെ വളരെ പവിത്രമായാണ് കരുതുന്നത് ഞാൻ. പിന്നെ പ്രീതയുടെ കൂടെ എന്റെ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്. നിശ്ചയം എന്നാൽ പാതി വിവാഹമെന്നാ. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും? ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കും? പ്രീതി, നിങ്ങളെ അന്വേഷിക്കുന്നതിനായി ഞാൻ തന്നെയാണ് പ്രീതി അയച്ചതെന്ന് നിങ്ങൾക്കറിയായിരിക്കില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ പാവത്തിനോട് ചെയ്തത് വളരെ തെറ്റാണെന്ന്. നിങ്ങളുടെ പിറകെ വിട്ടുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ ഡ്രൈവർമാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ കിരൺ അവളുടെ കൂടെ പോയത്. അവർക്ക് രണ്ടുപേർക്കും നിങ്ങളെപ്പറ്റി നല്ല ചിന്തയുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങള് ഇവിടെ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് വളരെ വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്റെ മോനെ പറ്റിയും പിന്നെ ആ പ്രീതയെ പറ്റിയും. എന്തിന്? ആരവകാശം തന്നു നിങ്ങൾക്ക്? എന്തിനു വേണ്ടി? പിന്നെ നിങ്ങളുടെ മകൻ അത്ര പാൽക്കട്ടിയൊന്നുമല്ല. കിരണിന്റെ റിയാലിറ്റി എല്ലാവരും മുന്നിൽ തന്നെയുണ്ട്. എല്ലാവർക്കും അറിയാവനെ. എപ്പോഴും അവന്റെ റൊമാൻസിന്റെ ചർച്ച ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരേ സമയത്ത് ഇത്രയധികം ഗേൾ ഫ്രണ്ടിനെ വളച്ചു വെച്ചിരിക്കുകയാണ് അവൻ. Shut up, പൃഥ്വി. How dare you? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കിരണിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് കാര്യങ്ങൾ പറയാൻ? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിന്റെ ഭാവി വധുവിനോട് പോയി ചോദിക്കും. പക്ഷെ ഇവിടെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് എന്റെ കിരണിനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടരുത്. മനസ്സിലായോ നിനക്ക്? ചേട്ടനും ഏടത്തി ഇപ്പൊ മിണ്ടാതെ നിൽക്കുന്ന എന്താന്നോ? ഈ സരളെ ഓർത്തു മാത്രോ? പക്ഷെ ഞാൻ മിണ്ടാതിരിക്കില്ല. ഇനി നീ കിരണിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കരണക്കുറ്റിക്ക് അടിച്ച് ഈ വീടിന്റെ പുറത്തേക്ക് എടുത്ത് എറിയും ഞാൻ. സ്വയമായിട്ട് ബഹുമാനം പിടിച്ചു പറ്റാനുള്ള യോഗ്യതയില്ല. എന്നിട്ടാണ് എന്റെ ചേച്ചി അപമാനിക്കാൻ വന്നേക്കുന്നത്, സംസാരിക്കാൻ വന്നേക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ ബഹുമാനിക്കണ്ട, വേണ്ട. പക്ഷെ ഒരു കാര്യം പറ സൃഷ്ടി, എന്റെ ഏത് പോയിന്റിലാണ് തെറ്റ്? ഞാൻ എന്ത് തെറ്റാ പറഞ്ഞ പറയെന്നോട്. ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും കിരണും പ്രീതയും മുംബൈയിൽ എത്തില്ലെന്ന്. എത്തിയില്ല. ഞാൻ രോഹിത്തിനോട് ഉറപ്പായും പറഞ്ഞിരുന്നു അവരെത്തില്ലെന്ന്. രോഹിത് പറഞ്ഞു അല്ല, ഇവിടെ മുംബൈയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയാണ് രോഹിത്? പറയൂ. എന്താ കിരണും പ്രീത ഇവിടെ ഉണ്ടോ? ഇല്ല. സരള ആന്റി, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവരെ രണ്ടുപേരെ ഇവിടെ കിട്ടിയാൽ എന്നെ ചെരുപ്പൂരി അടിച്ചോളാൻ. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവായി പറയൂ. ഉത്തരം താ. എങ്കിൽ സൃഷ്ടി എനിക്ക് മറുപടി താ. എനിക്കതിന് മറുപടി തരൂ. എന്താ കിരൺ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ലയോ? ഐ മീൻ, അവൻ ക്രിക്കറ്ററാണ്, സ്റ്റാറാണ്, സെലിബ്രിറ്റിയാണ്. അപ്പൊ സംഭവിക്കാലോ പ്രീത അവനെ അട്രാക്റ്റഡ് ആകാൻ. അപ്പൊ ഞാൻ പറഞ്ഞതല്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? ഇല്ല. ഉണ്ടോ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉത്തരം? അഥവാ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ആരും എന്നെ റെസ്പെക്ട് ചെയ്യണ്ട. അഥവാ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എന്നോട് പറയും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. പറ എന്നോട്. ആരുടെ കയ്യിൽ ഇതിനുള്ള ഉത്തരവില്ലേ? ഓ മൈ ഗോഡ്, ഇത് ശരിക്ക് കുറുക്കി കൊണ്ടിട്ടുണ്ട്. ഇനി പ്രീതയുടെ കാര്യം കട്ടപ്പോക. പൃഥ്വി വിരിച്ച ആ വലയിൽ നിന്ന് പ്രീതയ്ക്കിനി രക്ഷപ്പെടാനാവില്ല. അവൾ എന്ത് ധൈര്യത്തിലാ എന്നെ എക്സ്പോസ് ചെയ്യാൻ വന്നത്? എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വന്നതല്ലേ? ഇപ്പോ അതേ നാണയത്തിൽ തന്നെ നിനക്ക് തിരിച്ചു കിട്ടി. വളരെ വലിയ പണിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് പ്രീത. ഐ എം സോ ഹാപ്പി. ഈ രോഹിത് ഭയങ്കര ടെൻഷനിലാണല്ലോ. പക്ഷെ ആർക്ക് വേണ്ടി? കിരണിന് വേണ്ടിയോ അതോ പാവം പ്രീതയ്ക്ക് വേണ്ടിയോ? ഇപ്പൊ മനസ്സിലാവും.
രോഹിത് ചേട്ടാ, എങ്ങോട്ട് പോവാ ചേട്ടൻ? ചേട്ടൻ കിരൺ സാറിനും പ്രീത ചേച്ചിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ. ചേട്ടന് അവരെ രണ്ടുപേരെയും വിശ്വാസമില്ലേ? അഥവാ ഇനിയിപ്പോ ചേട്ടന് പൃഥ്വി പറഞ്ഞ കാര്യമാണോ വിശ്വാസം? ഞാൻ എന്ത് പറയും സൃഷ്ടി? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കണ്ടേ? ഞാനൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഇതെല്ലാം. പറയാതിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. റൈറ്റ്, രോഹിത്തേട്ടൻ പറയുന്നത് ശരിയാ. ഇനി എന്ത് പറഞ്ഞവരെ ന്യായീകരിക്കും? അല്ല, ആർക്കെങ്കിലും വേണ്ടി പൊരുതുന്നത് എപ്പോഴാ? അവരുടെ ഭാഗത്ത് ശരിയുള്ളപ്പോഴല്ലേ? അവരെ അനുകൂലിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ? ബട്ട് ഐ എം സോറി ടു സേ, ഇവിടെ കിരണും പ്രീതയും രണ്ടുപേരും തെറ്റുകാരാ. പ്രത്യേകിച്ച് പ്രീത. ഐ മീൻ ടു സേ, പ്രീത ഒരു പെണ്ണല്ലേ? അവളുടെ നിശ്ചയം കഴിഞ്ഞതാണ്. ഒരാളുടെ വുഡ് ബി ആണ്. കിരൺ ഒരു ചെറുപ്പക്കാരനാണ്, ഹാൻസം, സ്റ്റാർ ക്രിക്കറ്റർ. ഏത് പെണ്ണും ഒന്ന് മോഹിച്ചു പോകും. കിരൺ അതൊരു ശീലമാണ്. അതായത് പെണ്ണുങ്ങളോട് അഫയർ ഉണ്ടാക്കുക, സുന്ദരികളെ പെൺകുട്ടികളെ ഗേൾഫ്രണ്ട് ആക്കുക. അവൻ ഏത് റിലേഷൻഷിപ്പും ലൈറ്റായേ എടുക്കും. പക്ഷെ പ്രീത, അവൾ അവളുടെ നിലയ്ക്ക് നിൽക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നത് പൃഥ്വിയുടെ ദേഷ്യം ന്യായമാണെന്നാ. ഐ എം ജസ്റ്റ്, ആരാണെങ്കിലും അവരുടെ മേൽ സംശയം തോന്നും. പിന്നെ രണ്ടാള് യങ് ആണ്. ആർക്കറിയാം അവർ അതിര് വിട്ടിട്ടുണ്ടോന്ന്? അഥവാ പൃഥ്വി കിരണിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ മുഖത്തടിച്ചാൽ പോലും എനിക്ക് തെറ്റാണെന്ന് തോന്നില്ല. പിന്നെ പ്രീത, അവൾക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. അഥവാ അവൾക്ക് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ. ഷേർലിൻ, നീയാണ് പ്രീതിയുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോഴോ? വാട്ട്? ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് പോയെന്ന് വിചാരിക്കേ. പൃഥ്വിയോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കേ. അപ്പൊ നീ എന്നെ അന്വേഷിച്ച് പൃഥ്വിയോടൊപ്പം ഇവിടുന്ന് ഇറങ്ങിയാണെന്ന് വിചാരിച്ചോ? അപ്പൊ നമ്മുടെ മുഴുവൻ വീട്ടുകാരും നിന്നെയും പൃഥ്വിയെയും കുറിച്ച് അതേ കാര്യം തന്നെയായിരിക്കും വിചാരിക്കുക. ഇപ്പൊ കിരണിനെയും പ്രീതയും പറ്റി പറയുന്ന പോലെ. അപ്പൊ നിനക്ക് എന്ത് തോന്നും? നീ ഞാനും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞതല്ലേ? അഥവാ പൃഥ്വിയെ പോലെ ഞാൻ നിന്റെ മേലെ ചെയ്യാത്ത കുറ്റം ആരോപിച്ചാ നിനക്ക് എന്തായിരിക്കും തോന്നുക? പ്രീതയെ പോലെ തന്നെ നീ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നാൽ നിനക്ക് എന്തായിരിക്കും തോന്നുക ഷെർലിൻ? അത് പറയേ. നീ ഈ ചീത്ത പേരെ സഹിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ? ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. എക്സ്ക്യൂസ് മീ, അതിന് ഞാൻ ഐ മീൻ ടു സേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരാളുടെ പുറകിൽ നിന്ന് അയാളെ കുറ്റപ്പെടുത്താനും വഞ്ചിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാ കേട്ടോ. രോഹിച്ചേട്ടാ, ചില ആൾക്കാർക്കുണ്ടല്ലോ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാ. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴുണ്ടല്ലോ അവരുടെ വായ കടയും. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ നിന്റെ ചിന്തകളും നീ മറ്റുള്ളവരിൽ ചുമത്തുന്ന കുറ്റങ്ങളും ഒക്കെ എല്ലാം തന്നെ എല്ലാം കംപ്ലീറ്റ്ലി തെറ്റാണ്. സൃഷ്ടി, റിലാക്സ്. ഇന്ന് പൃഥ്വി പറഞ്ഞ വാക്കുകൾ കേട്ട് നമ്മുടെ ഈ ഫാമിലി മുഴുവൻ ടെൻഷനിലാണ്. എല്ലാവരും പൃഥ്വിയുടെ ശരിയും തെറ്റി അന്വേഷിക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കിരണും പ്രീതയും വീട്ടിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കുമെന്നാണ്. എല്ലാം പൃഥ്വി കാരണം, എല്ലാം അവൻ കാരണം മാത്രം. നമ്മുടെ എല്ലാ സന്തോഷകരമായ ജീവിതത്തിൽ തീ കോരിയിടുകയാണ് ആ മനുഷ്യൻ. എന്നിട്ട് നീ പറയുന്നു പൃഥ്വി കിരണിന്റെ കരണത്തടിച്ചാൽ അത് ശരിയാണെന്ന്. എന്റെ മുമ്പിലെ ഒരു തീഗോളമായിട്ട് നിൽക്കുകയാണ് അവൻ. ശരിയാക്കും ഞാൻ അവനെ. കിരണിനെ ശിക്ഷിക്കാൻ ആർക്കെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്. അവനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള അധികാരമുള്ളതും എനിക്ക് മാത്രമാണ്. ഈശ്വരൻ അല്ലാതെ അവനെ ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഈ ഞാൻ മാത്രമാണ്. ഞങ്ങൾ രണ്ടുപേരുടെ അവകാശത്തിനിടയിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. സർലാൻഡി പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അവരെ രണ്ടുപേരെയും പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കിരണും പ്രീത എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന്. അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയുന്നത് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നോക്ക്, ഞാൻ ടെറസിൽ നിന്നപ്പോ കിരണേട്ടനും പ്രീതയും വരുന്നുണ്ടോ? അവർ വീട്ടിലേക്കാ വരുന്നത്. അല്ല, രോഹിതേട്ടൻ എവിടെ? ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് വരാം. ശരിക്കുള്ള ഡ്രാമ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. രോഹിതേട്ടാ, രോഹിതേട്ടാ, പിന്നെ കിരണേട്ടനും പ്രീതയും വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വന്നേ പ്ലീസ്, വേഗം വാ. ചേച്ചി, ചേച്ചി വന്നു. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. വാ. കിരണും പ്രീതയും വന്നോ? ലവ്ലി. എന്നിൽ കുറ്റം ആരോപിക്കാൻ വന്നതല്ലേ?
എന്റെ മുഖം മൂടി വലിച്ചു കയറാൻ നോക്കിയതല്ലേ? ഇന്നെന്റെ പുന്നു ബേബി ഇതിനെല്ലാം അവരോട് പകരം വീട്ടും. എല്ലാവരോടും പറയാൻ പോയത് എന്റെ അഫെയറിനെ കുറിച്ചല്ലേ? എന്നാൽ എന്റെ അഫെയർ ഉള്ളത് തന്നെയാ. പ്രീതയുടെ അഫെയർ ഉണ്ടാക്കിയതാ. പക്ഷെ ഇന്ന് അവളുടെ മേൽ അത്രയും ചെളിവാരി അറിയപ്പെടും. പിന്നെ ഇന്ന് ആരും അവളെ സഹായിക്കാൻ കാണില്ല. ഓ ഗോഡ്, എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഡ്രാമ അൺഫോൾഡ് ആവാൻ. എന്തോ കിരണോടെ വരുന്നുണ്ട്. ശരി, ഇപ്പൊ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യും. ഓ ഗോഡ്, ഇവരൊക്കെ ഞങ്ങളെ എന്താ ഇങ്ങനെ നോക്കുന്നത്? നോക്കാൻ നമ്മളെ കണ്ടപ്പോ ഇവർക്കൊക്കെ സന്തോഷമായി. കണ്ടില്ലേ, ആരും ചോദിക്കുന്നില്ല രാത്രി എവിടെയായിരുന്നു എന്ന്. എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പ്രീത മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? പൃഥ്വി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. നിങ്ങൾ രണ്ടുപേരും രാത്രി മുഴുവൻ എവിടെയായിരുന്നു? എന്നെ അന്വേഷിക്കാനെന്ന വ്യാജന നിങ്ങൾ രണ്ടുപേരും എവിടെയാ പോയത്? ആ സമയം നിങ്ങൾ ശരിക്കും ഉപയോഗിച്ചു, റൈറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ഞങ്ങള് സത്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചു പോയതാ. നീ എന്ത് തോന്നിയ പറയുന്നേ? എന്താ ഇതൊക്കെ? നിനക്ക് എന്തും പറയാനല്ലേ? കണ്ടില്ലേ ഷേളിൻ, നീ ഈ പൃഥ്വി അല്ലേ പൂർത്തി പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ കരുതിയത് ഞാൻ ഇയാൾക്ക് അഭിമാനക്ഷത ഉണ്ടാക്കുന്ന, പക്ഷെ ഇയാളുടെ ലെവലേ വേറെയാണ്. അതിന് പൃഥ്വി തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ആ, എനിക്ക് നന്നായി അറിയാം നീ ഇതേ പറയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് സത്യം നിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത്.